ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമായ ഹരിതഭൂമി എന്ന പാഠഭാഗമാണ്. ഹരിതഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നല്ല പച്ചപ്പ് നിറഞ്ഞ ഭൂമി, കുറെ മരങ്ങളും പച്ചവിരിച്ച നെൽപ്പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മലകളും ചെടികളും സസ്യങ്ങളും നിറഞ്ഞ എല്ലാം കൊണ്ടും സമ്പന്നമായ ഭൂമി. നമ്മുടെ സ്വന്തം നാടായ കേരളത്തെ തന്നെ ഹരിതഭൂമി എന്ന് പറയാം, അല്ലേ? ഈ ഹരിതഭൂമി എന്ന പാഠത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു പാട്ടാണ്. പാട്ട് മാത്രമല്ല, ഇതൊരു കളിയും കൂടിയാണ്. എന്താ പാട്ടിന്റെ പേരെന്നറിയാമോ? ശരിയാണ്, തൊട്ടുവാ പൈങ്കിളിയേ. നമുക്ക് ഈ പാട്ടൊന്ന് പാടിയാലോ? തെയ്യക്കം 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 താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ? തെയ്യക്കം 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 താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവന്തി നിറമെന്ത് പറയാമോ? തെയ്യക്കം 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 താര ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇലതെന്നാകൃതി പറയാമോ? പാഠഭാഗത്ത് കുട്ടികൾ പാടിക്കളിക്കുന്ന പാട്ട് കൂട്ടുകാർ വായിച്ചില്ലേ? കുട്ടികൾ പാടിക്കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊട്ട് അവയുടെ പേരുകളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? താമര, ആമ്പൽ, ചെമ്പരത്തി, ശംഖുപുഷ്പം, മന്ദാരം, മുക്കുറ്റി, വാടാമല്ലി, തുളസി, ചീര, സൂര്യകാന്തി, ഡാലിയ, മാവ്, പ്ലാവ്, പയറ്. നിങ്ങൾക്ക് ഏതെല്ലാം സസ്യങ്ങളുടെ പേരുകൾ അറിയാമെങ്കിൽ നിങ്ങൾ അവയുടെ പേരൊന്ന് പറഞ്ഞേ. കുട്ടികളെ, നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചെടികൾക്ക് ഏതെല്ലാം ഭാഗങ്ങളാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ചെടിക്ക് ഇല, തണ്ട്, പൂവ്, വേര്, കായ് എന്നീ ഭാഗങ്ങളാണുള്ളത്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 8 എല്ലാവരും എടുത്തേ. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. ചെടിയുടെ ഭാഗങ്ങൾ. നിങ്ങൾക്ക് ചെടിയുടെ ചിത്രം വരയ്ക്കാൻ അറിയാമോ? പാഠഭാഗത്ത് സൈറ വരച്ച ചെടിയുടെ ചിത്രം നോക്കൂ. ചിത്രത്തിന് ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരയ്ക്കാനുണ്ട്? ബാക്കി ഭാഗങ്ങൾ വരച്ചു ചേർക്കൂ. മാതൃക പോലെ ചിത്രത്തിന് നിറവും കൊടുക്കണേ. അടുത്ത ക്ലാസ് പരിസര പഠനത്തിന് നോട്ട് ബുക്കിൽ ഈ ചിത്രം വരച്ച് ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊണ്ടുവരണം, കേട്ടില്ലേ? അപ്പോൾ കുറേ പ്രവർത്തനങ്ങളും കളിയും ചിരിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബായ്.